ചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്ക അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണസ്തംഭനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീർത്തു മുന്നേറുകയാണ്. നമുക്ക് 40 രാജ്യങ്ങളിലേക്ക് നമ്മൾ വിപണി തുറന്നു. നമ്മുടെ ആഭ്യന്തര വിപണി കൂടുതൽ ശക്തിപ്പെട്ടു. H1B വിസയിൽ കൈവച്ചു കഴിഞ്ഞാൽ ഇന്ത്യ തകർന്നു പോകും എന്ന് പല ആൾക്കാരും, അതായത് പല പല സുഡാപ്പികളും ഇപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ചുമ്മാ തള്ളുന്നതാണ്. ട്രംപ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പുള്ളിയാണ്. മോദിയൊന്നും അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. മോദി എന്നല്ല പറയുന്നത്, നമ്മുടെ രാജ്യം ഒന്നുമല്ല. നമ്മുടെ രാജ്യം ഒരു വളർച്ചയും കൈവരിച്ചിട്ടില്ല. ഇതൊക്കെ ചുമ്മാ തള്ളാണ്, നിങ്ങളെ മറ്റേ ഇത് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ്, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം ആ ഒരു പാരലൽ വേൾഡിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാകും. അതിനകത്തൊക്കെ ഭയങ്കര ചർച്ചകൾ നടക്കുകയാണ്. അതായത് ട്രംപ് ഭയങ്കര പുള്ളിയാണ്, അമേരിക്കയോടൊന്നും പിടിച്ചിരിക്കാൻ നമുക്ക് ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശേഷിയുണ്ടോ ശേഷിയില്ലേ എന്നുള്ളത് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാവരും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പോ ഒരു 70 ലക്ഷം ആൾക്കാർ തെരുവിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായിരിക്കും. ട്രംപിനെതിരെയാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾക്കെതിരെയാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കയ്ക്ക് പറ്റിയ വേറൊരു അക്കടി എന്ന് പറയുന്നത്, ഈ H1B വിസയിൽ ഈ ട്രംപ് കൈവച്ചതിന് പിന്നാലെ അമേരിക്കയുടെ സിലിക്കൺ വാലി അടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്തു നോക്കിയപ്പോ അവര് പറയുന്നത് ഈ H1B വിസയിൽ ട്രംപ് കൈവച്ചത് വലിയൊരു തെറ്റാണ്. ഇനിയിപ്പോ ചിലപ്പോ ട്രംപ് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സിലിക്കൺ വാലി ചിലപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിൽ കാണേണ്ടി വരും. അതായത് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് പറിച്ചു നടുന്ന ഒരു സാഹചര്യം കുറച്ച് വർഷങ്ങൾക്കകം അത് ഇന്ത്യയിൽ കാണേണ്ടി വരും. കാരണം അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ഒരു ഭരണ നേതൃത്വം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കത് ഇവിടെ കണ്ടാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ US ചേംബർ ഓഫ് കൊമേഴ്സ് അവരാണെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ നവീകരണത്തിനെയും മത്സര ബുദ്ധിയെയും ദുർബലപ്പെടുത്താനാണ് ട്രംപ് ഇത് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ബിസിനസ്സുകൾക്ക് ആഗോള വൈദഗ്ധ്യം വേണം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ സ്കില്ല് വേണം. അതില്ലാതെ അമേരിക്കക്കാരെ മാത്രം ഇത് ഒറ്റയ്ക്ക് ചെയ്താൽ ഇത് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഇത് മൊത്തത്തിൽ ഹാനികരമാണെന്നാണ് ഇവര് പറയുന്നത്. അതേസമയം നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കൂ, ഇന്ത്യയിൽ പല പല കാര്യങ്ങളിലും ഇന്നവേഷൻ ബൂം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അമേരിക്ക തകർച്ചയുടെ വക്കിൽ എന്ന് പറഞ്ഞാൽ ആ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡോളറിന്റെ തകർച്ചയെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് അതൊരു വലിയൊരു സംഭവമായിട്ട് നിൽക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് ഇതിന് പിന്നാലെ ഉയർന്നു വരും എന്ന് കരുതിയ രാജ്യം ഏതാണ്? ചൈനയാണ്. കാരണം അമേരിക്ക തകർന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വളർച്ച കൈവരിക്കാൻ പോകുന്ന രാജ്യം ചൈനയാണ് എന്നുള്ളൊരു തോന്നലും ഇവിടെയുള്ള ആൾക്കാർക്കിടയിലുണ്ട്. അതായത് ഇന്ത്യക്ക് അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള സുഡാപ്പികൾ പറയുമ്പോൾ, ഇപ്പുറത്തെ കമ്മികൾ പറയുന്നത് അമേരിക്ക തകർന്നാൽ ആദ്യം വളർന്നു വരാൻ പോകുന്നത് ചൈന ആയിരിക്കും എന്ന്. എന്റെ ചേട്ടാ, ഇവർക്ക് നമ്മുടെ രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുമല്ലോ എന്നൊരു തോന്നലേ ഇല്ല. ഒരുത്തം പറയുന്നു അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ ശേഷിയില്ല, വേറൊരുത്തം പറയുന്നു അമേരിക്ക തകർന്നാൽ ചൈനയായിരിക്കും വളർന്നു വരാൻ പോകുന്നത്, നീയൊക്കെ നോക്കിക്കോടാ എന്നാണ് അവന്മാര് പറയുന്നത്. അങ്ങനെ പറയുന്നു. ഇപ്പോ നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഏറ്റവും വലിയ ചൈന കച്ചവടക്കാർ ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൈന എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്ന രാജ്യം, ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിനും നമ്മളൊരു അടി കൊടുത്തിട്ടുണ്ട്. അടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ചൈനയുടെ ഇലക്ട്രിക് വാഹന വിപണിയുടെ നട്ടല്ലൊടിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ആ റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മളൊരു 49% ഇവിടെ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് നിങ്ങൾ ബാറ്ററി മേടിക്കണ്ട, ബാറ്ററി നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി നമ്മൾ 49% സബ്സിഡി തന്നേക്കുക എന്നാണ് പറയുന്നത്. ചൈന പോലും ഇതിന് 11-15% മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവര് നട്ടല്ലൊടിഞ്ഞു ഇവരുടെ ചൈനയുടെ. ഇവരിത് കോടതിയിൽ പോയി, സാധാരണ അവര് കോടതിയിൽ പോകാറില്ല, ഒരു കോവിഡ് അങ്ങ് അഴിച്ചു വിടും. ഇപ്പൊ കോടതിയിൽ എന്തോ പോയിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടെ. അപ്പൊ കോടതിയിൽ പോയിട്ട് അതിനെ ചോദ്യം ചെയ്തു. ഇത് ഇന്ത്യ കാണിക്കുന്നത് വളരെ വലിയ പോക്രിത്തനമാണ്, ഇങ്ങനെ കാണിക്കാൻ പാടില്ല, കണ്ട നമ്മുടെ വിപണി മൊത്തം തകർന്ന് തരിപ്പണമായി എന്ന് ചൈന ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതിൽ എന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ അമേരിക്കയിൽ ഒരു 70 ലക്ഷം ആൾക്കാർ ഈ തെരുവിൽ ഇറങ്ങുമ്പോൾ ട്രംപ് ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ ഇത് ഈ തെരുവിലിറങ്ങിയ ജനങ്ങളുടെ ഉദ്ദേശം എന്താണ്? ട്രംപിനെ മാറ്റാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും എന്തായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്?
ശ്രീ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ സിറ്റികളിൽ അദ്ദേഹം നാഷണൽ ഗാർഡ്സിനെ ആയുധധാരികളായ നാഷണൽ ഗാർഡ്സിനെ തന്നെ വിന്യസിച്ചിരുന്നു. സൈന്യത്തെ ഇറക്കി. കാരണം സൈന്യത്തെ ഇറക്കിയിരുന്നു. പല സ്റ്റേറ്റിന്റെയും ഭരണം പിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു. പലരെയും അവിടുന്ന് പുറത്താക്കി അവരുടെ നിർദ്ദേശമില്ലാതെ തന്നെയാണ് ഈ നാഷണൽ ഗാർഡ്സിനെ ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹം ഒരുപാട് പേരെയൊക്കെ തുറുങ്കിലടക്കുകയൊക്കെ ചെയ്തു. നമുക്കറിയാം ഈ അടുത്ത ഒരു കൊലപാതകം അവിടെ നടന്നു. കുർക്കാണോ ക്രിക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ അപ്പം ഈ അദ്ദേഹത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില ഇടതുപക്ഷ സംഘടനകളെയൊക്കെ നിരോധിക്കാൻ, അതായത് അങ്ങനെയും ചില നീക്കങ്ങൾ, അതായത് തനിക്കെതിരെ എന്തൊക്കെയോ പുകയുന്നു എന്ന് പുള്ളിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. തുടക്കത്തിൽ തന്നെ അറിയാം, അദ്ദേഹം അധികാരത്തിൽ കയറുമ്പോൾ തന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചതാ നോ കിങ്സ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന. അതിന്റെ ബാനറിന്റെ കീഴിൽ സാംസ്കാരിക നായകര്, രാഷ്ട്രീയ പ്രവർത്തകര്, അങ്ങനെ എല്ലാവരും അണിനിരന്നുകൊണ്ട്, കലാകാരന്മാരെല്ലാം അണിനിരന്നുകൊണ്ട് അമേരിക്കയിലുടനീളം 2600 റാലികളാണ് നടന്നത്, എല്ലാ സ്റ്റേറ്റിലും എല്ലായിടങ്ങളിലുമായി. ഈ റാലികളിലൊക്കെ ടോട്ടൽ പങ്കെടുത്തിരിക്കുന്നത് 70 ലക്ഷം പേരാണ്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ട്രംപ് ഈ സർക്കാർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത്, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ മൂലം സർക്കാർ ജീവനക്കാരെ മറ്റും ദുരിതത്തിൽ ആക്കുന്നത്, ഫണ്ടുകൾ ജനങ്ങൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും സാമ്പത്തികത്തിന്റെ പേരിൽ വെട്ടിക്കുറക്കുന്നതൊന്നും, പിന്നെ അതുപോലെ തന്നെ കുടിയേറ്റക്കാർക്കിടയിൽ നടത്തുന്ന ഈ റെയ്ഡുകള്, രാഷ്ട്രീയ എതിരാളികളെ ഈ കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നത്, ഇതിനൊക്കെ എതിരെ. അത് മാത്രവുമല്ല, അമേരിക്കയിൽ ഈ ട്രംപ് കയറിയതിനു ശേഷം പരക്കെ പറയുന്ന ഒരു കാര്യം, ട്രംപ്, കാരണം അമേരിക്കയുടെ നിയമം അനുസരിച്ച് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ കഴിയില്ല. പക്ഷെ ട്രംപ് ഈ ഭരണഘടന തിരുത്താൻ പോകുന്നു എന്നൊരു രീതി പുറത്തു വരുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ട്രംപ് തന്റെ അധികാരം വ്യാപിപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരു ഏകാധിപതിയെ പോലെ ട്രംപിന്റെ അവസാന കാലം വരെ പോകാനുള്ള നിയമനിർമ്മാണത്തിന് ട്രംപ് ഒരുങ്ങുന്നു എന്നൊരു ഊഹാപോഹം നേരത്തെ തന്നെ ഉണ്ട്. ഇതെല്ലാം കൂടെ വരികയും അമേരിക്കയിലെ ജനജീവിതം ഇപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ്. കാരണം ഈ താരിഫിന്റെ വർധനവ് മൂലം പ്രത്യേകിച്ച് അമേരിക്ക ഒന്നും നേടിയില്ല. പകരം അമേരിക്ക കൂടുതൽ ഞെരുക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഞെരുക്കം കണ്ടിട്ടും കേരളത്തിലുള്ള ചില ട്രംപ് ഭക്തന്മാരുടെ മാധ്യമങ്ങളും പത്രങ്ങളും, വലിയ വലിയ പത്രങ്ങളുണ്ട്, ആ പത്രങ്ങളുടെ ഇന്നത്തെ തലക്കെട്ടിൽ എനിക്ക് ചിരി വന്നത്, അവർ പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഈ നടക്കുന്നതൊക്കെ വെറും നാടകങ്ങൾ മാത്രമാണ്, മറ്റു ലോകരാജ്യങ്ങളെ പറ്റിക്കുക, ലോകരാജ്യങ്ങൾക്ക് ഇത് പറ്റിയാലും പറ്റിയില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇവിടെ ഈ പ്രക്ഷോഭം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയിൽ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു. വോട്ട് ചോരി, ഈ ധർമ്മസ്ഥല, അങ്ങനെ, അതായത് ഇന്ത്യയില് ഇപ്പൊ മോദിക്കെതിരെ, സർക്കാരിനെതിരെ വലിയൊരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഡീപ് സ്റ്റേറ്റ് അമേരിക്കയും ഇവിടുത്തെ പിന്നെ ചില മത സംഘടനകളും ഒക്കെ കൂടെ ചേർന്നൊരു വലിയ ശ്രമം നടന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി, എങ്ങും എത്തിയില്ല. അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ കാണണമെങ്കിൽ ഒന്ന് ബീഹാറിലേക്ക് നോക്കിയാൽ മതി. രാഹുൽ ഗാന്ധി ബൈക്കിൽ പോയി, ആളുകൾ പിടഞ്ഞു വീണു, 2 സൈഡിലും ലക്ഷങ്ങൾ കൂടി, ഏതായാലും BJP തകർന്നു എന്നൊക്കെ തള്ളി മറിച്ചവർക്ക് രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ കയറാൻ വയ്യ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഏതാ? രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് വരുന്നില്ല. സീറ്റ് എന്റെ ധാരണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു അവിടെ ഈ നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ RJD കൊടുത്തു സീറ്റ്. അതിൽ നിന്ന് JMM പോയി, കോൺഗ്രസിന് പ്രതീക്ഷിച്ച സീറ്റ് അവര് 100 സീറ്റ് ചോദിച്ചു, പിന്നീട് 60 ചോദിച്ചു, 70 ചോദിച്ചു, ഇപ്പൊ എത്ര കിട്ടിയെന്ന് അറിയില്ല. ഏതായാലും അവിടുത്തെ ഈ ഒരു കോൺഗ്രസിന്റെ നിരീക്ഷകനായിട്ട് വന്ന് MP എയർപോർട്ടിലിട്ട് കോൺഗ്രസ്സുകാരെ തല്ലി, പുള്ളി അടുത്ത ഫ്ലൈറ്റ് കയറി ഡൽഹിക്ക് തിരിച്ചുപോയി. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. അതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അദ്ദേഹം ഈ വോട്ട് ചോരി സമരം നടത്തിയത്, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ബീഹാറിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഒടുക്കവും ബീഹാറിൽ തന്നെ ആയി എന്നുള്ളതാണ് വളരെ കാര്യം. ഇപ്പോൾ തന്നെ ഈ BJP വിരുദ്ധ ചാനലുകളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ബീഹാറിന് വോട്ടെണ്ണേണ്ട ആവശ്യമൊന്നുമില്ല, BJP ജയിക്കും. അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് അവിടെ ഈ SIR വന്ന് പിന്നെ അവിടെ നിന്ന് ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയപ്പോഴേ തന്നെ BJP ജയം ഉറപ്പിച്ചു എന്നാണ് മൗദൂദി ചാനൽ പറയുന്നത്. മറ്റ് ട്രംപ് ഭക്തന്മാർ പറയുന്നത് അങ്ങനെയല്ല, BJP തകർന്നടിയും എന്നാണ് പറയുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, നമുക്കത് ചർച്ചയ്ക്ക് എടുക്കാം. ഏതായാലും ഇന്ത്യയിൽ സംഭവിക്കും എന്ന് കരുതിയ സാധനമാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ചുക്കും ഏശിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് ഒരു പൊതുവികാരമുണ്ട്, ഈ രാജ്യം എന്നുള്ള വികാരം. ജൻസി കലാപത്തിന് വേണ്ടിയിട്ട് ചിലർ കൂപ്പ് കൂട്ടിയപ്പോൾ മറ്റൊരു സൈഡിൽ ഹിന്ദു ജൻസി എന്ന് പറഞ്ഞ യുവാക്കൾ, ഹിന്ദു ജൻസി എന്ന് പറയുമ്പോൾ ഹിന്ദു മതമല്ല, ഹിന്ദുസ്ഥാന്റെ ജൻസി എന്ന് പറഞ്ഞിട്ട് മറുഭാഗം എന്തിനും തയ്യാറായിട്ട് രംഗത്ത് വന്നതോടുകൂടി ജൻസി പിള്ളേർ ഓടി. കാരണം പോലീസിന്റെയും പട്ടാളമൊക്കെ ആണെങ്കിൽ ഒരു മയമൊക്കെ ഉണ്ടാകും കാര്യത്തിന്, അറസ്റ്റ് ചെയ്ത് അകത്തുവിടുകയൊക്കെ. പക്ഷെ ഹിന്ദു ജൻസി അല്ലെങ്കിൽ രാജ്യത്തിലെ യുവാക്കൾ ഈ വിധ്വംസ പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞ ഒരു മയവും ഉണ്ടായില്ല. പട്ടിയെ തല്ലുന്ന പോലെ ചിലപ്പോൾ തല്ലിക്കൊല്ലും. അത് ഭയന്നിട്ട് പിന്നെ പലയിടത്തുനിന്ന് സംഭവം തന്നെ ഇല്ലാതായി. അപ്പൊ ഇന്ത്യയിൽ പ്രതീക്ഷിച്ച ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും
അവരെന്ത് പറയുന്നു എന്നറിയില്ല. ട്രംപ് ഭക്തർ ഇനി എന്താ പറയുന്നത് നമുക്കറിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നീക്കം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നീക്കം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള നീക്കമാണ്. നമുക്കറിയാം, മുമ്പ് ഇതൊക്കെ റയർ മെറ്റൽസിന്റെ ഒരു കേസിൽ ചൈന ഉടക്കി നമ്മുടെ വാഹന വിപണിയെ പിന്നോട്ടടിക്കുവാൻ വേണ്ടിയിട്ട് ചൈന റയർ മെറ്റൽസ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം നരേന്ദ്രമോദി പോയത് ബ്രസീലിലേക്കും അർജന്റീനയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അടക്കം പോവുകയും റയർ മെറ്റൽസിന്റെ ഒരു കരാർ നമ്മൾ ഒപ്പിടുകയുമാണ് നമ്മൾ അത് അവിടെ ചെയ്തത്. ഇനി അതിലും വലിയൊരു രസകരമായ കാര്യം, നമുക്ക് ഈ ബോറിംഗ് മെഷീനുകൾ തന്നുകൊണ്ടിരുന്നത് ജർമ്മൻ കമ്പനികളായിരുന്നു. നമ്മുടെ ഈ തുരങ്കങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, ഖനനത്തിനും മറ്റുമൊക്കെ ഉള്ള ബോറിംഗ് മെഷീൻസ്. അപ്പോൾ ഇത് അവർ ഡിലേ ആക്കിയെന്ന് വെച്ചാൽ അമേരിക്കയുടെയും ഒക്കെ കൂടെ, അതായത് ഇന്ത്യ ഇതെങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസക്കാരാകത്തില്ലേ, അതുകൊണ്ട് വേണ്ട ഞങ്ങൾ ഡിലേ ആക്കാന്ന്. ഇത് ഈ ബോറിംഗ് മെഷീൻ എവിടെ നിർമ്മിക്കുന്നതെന്ന് അറിയാവോ? ചൈനയിലാണ് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട കാഴ്ച, നരേന്ദ്രമോദി ചൈനയിൽ പോവുകയും അവിടുത്തെ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും അവരിങ്ങോട്ട് വെച്ച ഓഫർ എന്താണെന്നറിയാവോ? ബോറിംഗ് മെഷീൻ നിങ്ങൾ എന്തിനാണ് അവിടെ ഇവിടെയൊക്കെ പോയി ചോദിക്കുന്നത്, ഞങ്ങൾ തരാമല്ലോ, എത്ര വേണം എന്ന് പറഞ്ഞു. അതോടുകൂടി ജർമ്മനി എന്ത് ചെയ്തു? ഉടനടി 10-18 ബോറിംഗ് മെഷീൻ ഇന്ത്യയിൽ എത്തിച്ചു. സ്റ്റോക്ക് ഇല്ല, ഇപ്പൊ ആയിട്ടില്ല, പിന്നെ തരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ 18 പെട്ടെന്ന് എത്തിച്ചു. ചൈന പറഞ്ഞു ഞങ്ങൾ തരാം, നിങ്ങൾ എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോകുന്നു, ഞങ്ങൾ ഡയറക്റ്റ് തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ നമ്മുടെ രാജ്യം തന്നെ ബോറിംഗ് മെഷീൻ നിർമ്മിക്കുന്നതിന്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ചൈന നമുക്ക് റയർ മെറ്റൽസിന്റെ ഷോർട്ടേജ് വരുത്തിയ സമയത്ത്, അത് പൂർണ്ണമായും തരില്ല എന്ന് പറഞ്ഞൊരു സമയത്ത് തന്നെ നമ്മുടെ വാഹന വിപണിയെ അത് ബാധിക്കുക തന്നെ ചെയ്തു. അതായത് നമുക്ക് ഈ പ്രൊഡക്ഷൻസ് കുറഞ്ഞു. ആ സമയത്ത് നരേന്ദ്രമോദി അതിനെ വെട്ടാൻ ചെയ്തൊരു കാര്യമാണ് ഈ 49% ഡിസ്കൗണ്ട്, അതായത് 49% സബ്സിഡി കൊടുത്തു ബാറ്ററി നിർമ്മാതാക്കൾക്ക് ഉള്ള കമ്പനികൾക്ക്. ഈ 49% ഡിസ്കൗണ്ട് ഈ ഉപഭോക്താക്കൾക്കാണ് പ്രതിഫലിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ കാറ് കിട്ടും കയ്യിൽ. അവിടെയാണ് ചൈന പെട്ടുപോയത്. ഇങ്ങനൊരു ചതി ചൈന പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു പണി ഇന്ത്യ നടത്തുമെന്ന് ഒരിക്കലും ചൈന പ്രതീക്ഷിച്ചില്ല. ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ വിപണികൾ മുഴുവൻ പോയത്. നമ്മുടെ നിതിൻ ഗഡ്കരി ഇടയ്ക്കിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അധികം വൈകാതെ ഒരു 6 മാസത്തിനുള്ളിൽ പെട്രോൾ കാറുകളുടെ അതേ വിലയ്ക്ക് തന്നെ ഇലക്ട്രിക്കൽ കാറുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഇലക്ട്രിക്കൽ കാറുകളുടെ അതിനകത്ത് ഒരു വലിയ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഡിയത്തിൽ നിന്നും ബാറ്ററി ഉത്പാദിപ്പിക്കുന്ന പല ഇതിൽ നിന്നും ബാറ്ററി ഉത്പാദിപ്പിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ലിഥിയം ശേഖരത്തിന്റെ ഒരു വലിയ ശേഖരം തന്നെ ഇന്ത്യയിൽ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ വെട്ടിന് വെട്ട് അപ്പം തന്നെ നമ്മൾ കൊടുത്തു പോവുകയാണ്. കാരണം നമ്മൾ ആർക്കും വെറും ഈ ഡയലോഗ് അടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വിഷമം അതാണ്. ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ അവർ പറയും മോദി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ലെന്ന്. അങ്ങനെ ട്രംപ് പറയുന്നതിനൊക്കെ മോദി മറുപടി പറയാൻ ഇരിക്കുകയാണെങ്കിൽ മോദി ഡെയിലി മറുപടി പറയാൻ ഇരിക്കണം, വേറെ ഒരു പണിക്ക് പോകരുത്. രാവിലെ തൊട്ട് രാത്രി വരെ ഇതിന്റെ മറുപടിയും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് പറ്റും, പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത് പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറുപടി പറയാൻ പോയില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ തുള്ളൽ എന്തായിരുന്നു? റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് നിർത്തി, ഇപ്പോൾ കുറച്ച് തുടങ്ങിയിരിക്കുന്നു, ഇപ്പൊ നിർത്തി എന്നൊക്കെ പറഞ്ഞു. ഇന്നലത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, എത്ര പേര് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാനായിട്ട് റഷ്യയുടെ കൂടുതൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. അതായിരുന്നു ഇന്നലത്തെ വലിയ വാർത്ത. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത കണ്ടില്ലെന്ന് നടിച്ചു. അതാണ് മറ്റൊരു കാര്യം. ഏതായാലും ഈ ഒരു രീതിയിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. അതായത് ഒരു ഭാഗം നമ്മളിപ്പോൾ ചൈനയെ വെട്ടി നമ്മളിപ്പോ 1ാം സ്ഥാനത്താകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ പറയുന്നുമില്ല. പക്ഷെ ഈ നമ്മളുടെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം, അത് മതമായാലും രാഷ്ട്രീയമായാലും, അതാണ് നമ്മളെ കൊണ്ട് ചൈന ഭക്തരാക്കുന്നതും ഒപ്പം തന്നെ സുഡാപ്പികളെ ട്രംപ് ഭക്തരാക്കുന്നു. സുഡാപ്പികളുടെ പ്രശ്നം വെച്ചാൽ ട്രംപിന് സുഡാപ്പികൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇന്ത്യ തകരുമല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് അവര് ഈ ട്രംപിനെയും ഒക്കെ പുകഴ്ത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ജീനുകളുടെ ഇല്ലെങ്കിൽ അവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രമുണ്ട്, അത് മതമായാലും രാഷ്ട്രീയമായാലും. ആ പ്രത്യയശാസ്ത്രമാണ് അവരെ ഇന്ത്യ വിരുദ്ധരായി മാറ്റുന്നത്. ആ ഇന്ത്യ വിരുദ്ധർക്ക് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ഇടമുള്ളൂ. മറ്റു രാജ്യത്തിന്റെ ഒരു ഭാഗത്തും അതിനൊരു സാധ്യതയില്ല. കാരണം മേഡ് ഇൻ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഈ ദീപാവലി കാലത്ത് ഇന്ത്യക്കാർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. കേരളത്തിൽ പറയാൻ പറ്റുമോ നിങ്ങൾ മേഡ് ഇൻ ഇന്ത്യയുടെ സാധനം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയുന്നതിനെ ചീത്ത വിളിക്കും, അതിനെതിരെ പോസ്റ്റായി, വിപ്ലവമായി, കരച്ചിലായി. എന്ത് കാര്യം ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു കാര്യവുമില്ലെങ്കിലും കരയുന്ന ഒരു സ്ഥലമാണ്. GST കുറച്ചു എന്നിട്ട് നമുക്ക് അതിന്റെ ഗുണം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഗുണം കിട്ടിയവരുടെ കണക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മുടെ വാർത്തകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്തകളുടെ ഡീറ്റെയിൽസ് സഹിതം ചെറിയ ചെറിയ വാർത്തകൾ നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ന്യൂസ് ഇന്ത്യ മലയാളം കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് കാണുകയും ചെയ്യണം. കാരണം ഒരു ദിവസം 10 വാർത്തകളെങ്കിലും മിനിമം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചെറിയ ചെറിയ സ്പന്ദനങ്ങൾ, അതായത് ഇത്രയും വലിയ നീളത്തിലൊന്നും കാണണ്ട, കേവലം 2 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള വാർത്തകളാണത്. ആ വാർത്തകൾ കൂടി ഒന്ന് കാണണം. കാരണം അപ്പോഴുള്ള വാർത്തകൾ അറിയാം. അതിനകത്ത് ഞങ്ങൾ ഈ
നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിച്ച വാർത്ത അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന അപ്പപ്പോഴുള്ള കാര്യങ്ങൾ, കാരണം ഇതിനകത്ത് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ആകെ 2 കാര്യങ്ങൾ മാത്രമാണ് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ 2 വാർത്തകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, പ്രധാനപ്പെട്ട 2 പക്ഷെ ബാക്കി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതും കൂടെ കാണാൻ ശ്രമിക്കുക. അതിനധികം സമയമൊന്നും ചിലവഴിക്കേണ്ട, വെറും 2 മിനിറ്റ് മാത്രം ചിലവഴിക്കുക. അപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്നത്, ഇതിപ്പോ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ആണ്, മറ്റേ ചാനലിന്റെ പേര് ന്യൂസ് ഇന്ത്യ മലയാളമാണ്. അതിന്റെ ഒരു ലിങ്കോ മറ്റുമൊക്കെ ഞങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ. അതിൽ ജോയിൻ ചെയ്യുക, അതിന്റെ വാർത്തകൾ കൂടി കാണുക. അപ്പോൾ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴുള്ള നമ്മുടെ ലോകക്രമം, അപ്പോഴെപ്പോഴുള്ള രാജ്യത്തിന്റെ സ്പന്ദനം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ചർച്ചയ്ക്ക് എടുക്കുന്ന 1-2 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് ഒരു 10-12 വാർത്ത നമ്മൾ ഒരു ദിവസം കൊടുക്കാറുണ്ട്. അത് ലോകത്ത് നടക്കുന്ന അപ്പോഴുള്ള കാര്യങ്ങൾ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തുരപ്പന്മാരെ നമുക്ക് ഓടിക്കാൻ കഴിയും. കാരണം അവര് പറയുന്ന വാർത്ത, അപ്പൊ എല്ലാവരും ചോദിക്കും, പലരും നമ്മുടെ താഴെ വന്ന് കമന്റ് ഇടാറുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തുകൂടെ, ഇതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തു. എല്ലാത്തിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു ചാനലുമുണ്ട്. ഞങ്ങൾക്ക് 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് നിലവിലുള്ളത്. അതിന്റെ പേരാണ് ന്യൂസ് ഇന്ത്യ മലയാളം. ഇത് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ്. അപ്പൊ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതും കൂടെ കാണുക. അത് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ അതിനകത്ത് അപ്ഡേഷൻ നടത്തുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ലോകക്രമത്തിന്റെ വാർത്ത ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ അനാലിസിനായിട്ട് എടുത്തത്.